തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യം പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം സംസാരിച്ച MP തോമസ് ചാഴികാടനാണ്. സ്ഥലം സന്ദർശിച്ചെത്തി സംസാരിച്ചു. എല്ലാ വിഷയങ്ങളിലും സമയബന്ധിതമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇടപെട്ട ജനപ്രതിനിധി ഇദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളെ കൊടി ഉയർത്തിപ്പിടിക്കാൻ മടി കാണിച്ചവൻ ഇന്ത്യൻ പാർലമെന്റിൽ പോയി എങ്ങനെ ഈ സംഘപരിവാറിനെ നേരിടും? സ്വന്തം കൊടി പിടിക്കാൻ മടി കാണിച്ചു. അപ്പോ അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ നിവൃത്തിയുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യന്റെ കൈ പിടിച്ചെന്തിനാ നിങ്ങൾ പോണ്ടിച്ചേരി മത്സരിക്കുന്നത്? ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ 19 പേരുമായിട്ട് ഈ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലേ ഇന്ത്യ മുന്നണി ഉള്ളൂ എന്നറിയാം. എന്നിട്ട് നാട്ടിൽ വന്ന് ഇന്ത്യ മുന്നണിയെ കുറ്റം പറയും. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്താണ് ഇന്നത്തെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ മാറ്റാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മത്സരിക്കുക എന്നത് തന്നെയാണ് നയം. ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുള്ളതാണ്. ഈ ഗവൺമെന്റിനെ മാറ്റാൻ തികച്ചും ജനദ്രോഹപരമായ 50 ദിവസം എനിക്ക് തന്നാൽ പെട്രോൾ 50 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് നരേന്ദ്രമോദി. 3500 ദിവസം ഇരുന്നു പ്രധാനമന്ത്രി പദവിയിൽ. മറുപടി ശശികുമാർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി വോട്ടർമാർ. 2014 മത്സരിക്കുമ്പോൾ ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. ഇതേ കാര്യം ഇപ്പോഴും 2019 ഞങ്ങൾ മത്സരിച്ചു. കേവല ഭൂരിപക്ഷം രാജ്യത്തെ ജനങ്ങൾ നൽകി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പറയുന്ന കാര്യം, ഈ രണ്ടുപേരും ഇവരുടെ പ്രധാനമന്ത്രി ആരാണ്? ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും തമ്മിലടിക്കുന്നത്. അരുൺകുമാറെ ഒരു കാര്യം വരുമ്പോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിച്ചല്ല ഞങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നത്. ഒരു ഏകാധിപത്യ സംവിധാനം തന്നെയാണ് ഇന്ത്യ. അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ചേട്ടന് ആ 50 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോള് പാലായിൽ ഏത് പമ്പിൽ കിട്ടുമെന്ന് പറയാണ്. തിരിച്ചു പോകുമ്പോ ഞാൻ അടിച്ചോളാം. നിങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലെ ഈ ചോദ്യം കൊണ്ട് രാഹുൽ ഗാന്ധി പല തെരഞ്ഞെടുപ്പുകളിലെ മധ്യപ്രദേശ്, രാജസ്ഥാന് തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭകളിലേക്ക് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ന്യായയാത്ര നടത്തി. അവിടേക്ക് ആരാ അധികാരത്തിൽ വന്ന അരുൺകുമാറെ? വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിൽ വന്നു. കോൺഗ്രസ് ഈ തെരുവിലൂടെ CPM കോൺഗ്രസും ഈ ചോദ്യം നടക്കാൻ ഒരു രോമത്തെ തൊടാൻ പോലും ഇന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രാജ്യത്താവില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ 33 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളില് ഒറ്റ അക്കൗണ്ട് ഇല്ല. ത്രിപുര 25 വർഷം ത്രിപുര ഒറ്റ അക്കൗണ്ട് ഇല്ല. അവരാണ് പറയുന്നത് ഈ 19 സീറ്റുള്ള കേരളത്തിൽ BJPയെ പൂട്ടിക്കാൻ വരുമെന്ന് പറയുന്ന മണ്ടന്മാരുടെ ലോകത്തല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്? ശരിയല്ലേ? അതല്ല യാഥാർത്ഥ്യം. ഇവിടെ അരുൺകുമാറെ ഒറ്റ ചോദ്യം സജേഷിനോട് ഞാൻ ചോദിക്കുന്നു. ഈ 4700 കോടി രൂപയുടെ വികസനം പറയുന്ന തോമസ് ചാഴികാടൻ ബുക്കടിച്ചിറക്കിയിരിക്കുക. അതിനകത്ത് 1000 കോടി രൂപ റെയിൽവേ വികസനം, 3090 കോടി രൂപയുടെ വികസനം എന്നറിയോ? NHM ഫണ്ടും RIF ഫണ്ടും. NHM ഫണ്ട് എന്താണ്? നാഷണൽ ഹെൽത്ത് മിഷൻ. റെയിൽവേ വികസനം മൻമോഹൻ സിംഗിന്റെ കാലത്ത് മുതൽ ആരംഭിച്ചതാണ് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തില് ഈ റെയിൽവേ വികസനം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ എല്ലാ മേൽപ്പാലങ്ങളും എല്ലാ റെയിൽവേ ലൈനുകളും ഇരട്ടിപ്പിച്ചത്.